ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ രാത്രി വന്ന് കിടന്നുറങ്ങാമെന്നൊക്കെയുള്ള പ്ലാനിലായിരുന്നു വന്നത്. പക്ഷേ ഇവിടെ എന്താ ഹോസ്റ്റൽ സെറ്റപ്പ് ആയതുകൊണ്ട് എല്ലാവരും കൂടെ രാത്രി ഒന്നിച്ചിരുന്ന് സംസാരിക്കാം. അങ്ങനെ എല്ലായിട്ട് എത്ര ഒരു 2 മണി അടുത്തായിണ്ടായി ഉറങ്ങാൻ. ഇന്നലെ സൺറൈസ് കാണാൻ പോകണമെന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. ബട്ട് എണീച്ചത് 9 മണിക്കാണ്. പിന്നെ ഇപ്പം എന്താ എത്ര മണിയായി? 11 മണിയായി. പോയി ഫുഡ് കഴിച്ചിട്ട് എന്താ. സോ ഇന്ന് നമ്മളെ സെക്കൻഡ് ഡേ ആണ് പോണ്ടിച്ചേരിയിൽ. ഇപ്പം 6 മണിയാവാനായി. ആക്ച്വലി നമ്മളെ പ്ലാൻ ഇന്ന് വൈകുന്നേരം തിരിച്ചു പോകുന്ന പോലെ ഒരു 2 ദിവസത്തെ ട്രിപ്പ് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടുത്തെ നമ്മളിവിടെ കുറച്ച് നാളായിട്ട് കമ്പനിക്കായ അപ്പോൾ അവരിങ്ങനെ പറയുന്ന നാളെ ഒരു ദിവസം കൂടെ നിന്നിട്ട് പോകും. സോ വി തോട്ട് ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഇന്നും കൂടെ നിന്ന് നാളെ സൺറൈസ് കണ്ടിട്ട് നാളെ ഈവനിങ് ആണ് പോകുന്നത്. ആക്ച്വലി നമ്മൾ ഇന്ന് സൺറൈസ് കാണണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടിരുന്നു ഇന്നലെ കിടന്നത്. ബട്ട് സമയത്ത് എണീറ്റോണ്ട് അതെ നടന്നു അലാറം അടിച്ചതുപോലെ നമ്മൾ അറിഞ്ഞില്ല. അപ്പോൾ ഇപ്പം ഒരു 5:30 ആയി. നമ്മൾ ഓറോവില്ലിൽ പോവാണ്. അവിടുന്ന് സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഹോസ്റ്റ്. അപ്പം ഞങ്ങൾ ഓറോവില്ലിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് കാണാം. ബൈ ബൈ. നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? ഓറോവിൽ ഒരു നല്ല കഫേ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടെ എന്തോ സൺസെറ്റ് അടിപൊളിയായിരിക്കും പറഞ്ഞു. അതല്ലേ ഞാൻ പറഞ്ഞത്. കഫേ ഔട്ട്ഫിറ്റ് നമ്മൾക്ക് ഇവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ട്, കാണിച്ചു തരാം. ഹായ്. ഇതാണ് ഞങ്ങളുടെ സ്റ്റേ. ആരെങ്കിലുമൊക്കെ പോണ്ടിച്ചേരി വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് സ്റ്റേ. നല്ലൊരു ഹോംലി ഫീൽ പോയിട്ട് വരാം. ബായ്. നമ്മൾ ട്രീ ടോപ്പ് കഫേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഫേയിലെത്തി. ഇത് ഇറ്റ്സ് ലൈക്ക് ഒരു മരത്തിൻ്റെ മേലെയല്ല, ഒരു മരത്തിൽ ഒരു കഫേ ഉണ്ടാക്കിയ പോലെ ഒരു സ്റ്റെയറൊക്കെ വെച്ച് ട്രീ ടോപ്പിൽ ആണ്. നല്ല വൈബുണ്ട് കാണാൻ. കാണിച്ചാൽ വീഡിയോയിൽ കാണുമ്പോൾ കാട് പോലെ ഉണ്ടെങ്കിലും നേരിട്ട് കാണാൻ ഒരു രസമൊക്കെ. നല്ല രസമുണ്ട്. ഇവിടുന്ന് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമുള്ള സ്കൈ കാണിച്ചു. നേരിട്ട് നല്ല ഭംഗിയുണ്ട്. പക്ഷെ വീഡിയോയിൽ അത്ര ഭംഗി കിട്ടുന്നില്ല. കുറച്ചും കൂടെ നേരത്തെ വന്നില്ലെങ്കിൽ സൺസെറ്റ് കാണാമായിരുന്നു. ബട്ട് ആസ് യൂഷ്വൽ നമ്മളിന്നും ലേറ്റാണ്. മേലോട്ട് കയറുന്നതിനനുസരിച്ച് വ്യൂ അടിപൊളിയായി വരികയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട്. അതിനെന്താ പറയുക, ഡൈനിങ് ഏരിയ നല്ല രസമുണ്ട്. നമ്മൾ പെറ്റ മേലെത്തി. ഇത് എത്ര ഹൈറ്റ് ഉണ്ടാവും? അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഒരു മരത്തിൻ്റെ മേലെയാണ് നമ്മളിപ്പം. അതിൻ്റെ ഏറ്റവും മേലെ നിൽക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടൊക്കെ 19 മീറ്റർ ഹൈറ്റ്, 19.34 മീറ്റേഴ്സ്. ഇവിടെ നിൽക്കുക. സൺ കാണിച്ചിട്ട് സൺസെറ്റ് സൺറൈസ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഇവിടെ സൺസെറ്റ് ഈ സൈഡ്, സൺറൈസ് ഈ സൈഡിൽ, സൺസെറ്റ് ആ സൈഡിൽ. ഒരു കഫേക്ക് വന്ന കോലം. How do you know this place? Kevin suggested me this place. Kevin is our host. Hostel owner. Host, adane hostelinte host. Hostel host is me. Oh, you are the host. I am the host. I am hosting. Sorry. Then Kevin is our owner. Okay. Say something. Say something. Say something about Pondicherry and your experience. Pondicherry He's is the been best here for place. like 2 weeks and he came already 7 times. Yeah. Pondicherry is the best place. Everyone should visit and come to Nomad House only. Nowhere else. And subscribe to my channel. What's your name? Channel name? Vismaya Manoj. Vismaya Manoj. Subscribe. I love subscribe.
യു ഡു ഫസ്റ്റ്. ഓക്കെ, നമുക്കിനി താഴെ പോയി ഫുഡ് കഴിക്കാം. നമുക്ക് താഴെ പോയിട്ട് ഫുഡ് കഴിക്കാം. ആരെങ്കിലുമൊക്കെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം ഒന്ന് സൺസെറ്റ് ടൈമിൽ വിസിറ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും. കാരണം ദി ബെസ്റ്റ് സൺസെറ്റ് കാണാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. നമ്മൾ ഫുഡ് കഴിക്കാന്നുള്ള പ്ലാനിൽ മെനു നോക്കിയ സമയത്താണ് അറിഞ്ഞത് പാളയം. ഇവിടെ വ്യൂവിന് വേണ്ടി മാത്രം വരികയാണെങ്കിൽ വരിക. പക്ഷേ വരുന്ന സമയത്ത് വി ഹാവ് ടു പേ 300 rupees. 100 എന്തോ എൻട്രി ഫീ പോലെ, പിന്നെ 200 നമുക്ക് ഫുഡിൽ റെഡി ചെയ്യാം. പക്ഷേ ട്വിസ്റ്റേഴ്സ് ഇവിടുത്തെ ഫുഡ് സ്റ്റാർട്ടിങ് പ്രൈസ് 200 രൂപയാണ്. അങ്ങനെ നമ്മളൊരു 3 ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തു. കുഴപ്പമൊന്നുമില്ല, നോർമൽ സാധനം. പക്ഷേ ഭയങ്കര ഓവർ പ്രൈസ്ഡാണ്. ഈ പ്ലേസ് അങ്ങനെ അധികാരിക്കും അറിയില്ല തോന്നുന്നു. അല്ല ഇവിടെ എന്താ 50 പേര് എന്തോ കയറാൻ പറ്റുള്ളൂ ഒരു സമയം. അധികാരിക്കും അധികാരിക്കും അറിയാത്തതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. അല്ലെങ്കിൽ ഇനിയിപ്പം ക്യൂ ഒക്കെ നിന്ന് വൺസ് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതുണ്ട്. ശരി, എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് അതെ എക്സ്പീരിയൻസ് ചെയ്യും. എന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെയാണുള്ളത്. ഇപ്പൊ നമ്മൾ ഏതോ 2 ചേട്ടന്മാര് പൂള് കളിക്കുന്നു നോക്കി. നമുക്ക് കാണാൻ അറിയില്ലല്ലോ. അല്ല, ഇനി കുറച്ചേരം ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ പോകും. നമുക്ക് ചന്ദൻ റൂൾസ് ഒക്കെ പറഞ്ഞു. പൂൾ പ്ലെയർ. അതെ, ഇനി ഒറ്റൊന്ന് ബാക്കിയുള്ളൂ. ഇനി അത് വീണാൽ ആളായിരിക്കും വിന്നർ. എല്ലാവർക്കും അറിയായിരിക്കും, നമുക്ക് മാത്രമായിരിക്കും അറിയാത്തുള്ളൂ. വീഡിയോ നോക്കാം. നമ്മളാളെ ഡ്രസ്സാക്കണ്ട ചെക്കൻ കളിക്കാൻ പോവാണ്. കളത്തിലിറങ്ങി അത് വേണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചന്ദൻ ജയിച്ചു ഗൈസ്. ജയിച്ചു. ഇനി നമ്മൾ പോവാണ്. നല്ല രാത്രി ഇരുട്ടായി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായി നോക്കിയിരിക്കാൻ. കളിക്കാൻ അറിയില്ലെങ്കിലും. ഇനിയിപ്പം എങ്ങനെ ഉണ്ടായി ദേവു എക്സ്പീരിയൻസ്? ആയിരുന്നു. നല്ല ലൈറ്റ് ഉണ്ടല്ലോ ഇവിടെ. കൊള്ളാം. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഓറോവിലേക്ക് പോകുന്നു പറഞ്ഞിട്ടാ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് അതും ബന്ധമേ ഇല്ല. ഇനി നമ്മൾ കൊള്ളാം. ഇനി നമ്മൾ റൂമിലേക്ക് പോവാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട്. അത് ഇന്നത്തെ കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് ഹോസ്റ്റലായതുകൊണ്ട് ഒബ്വിയസ്ലി വേറെ ഗസ്റ്റ് ഒക്കെ ഉണ്ടാവും, ഇന്ററാക്ട് ചെയ്യും. ഇതൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഹോസ്റ്റലിൽ പോയിട്ട് ന്യൂ ഹോസ്റ്റൽ മീറ്റ്സ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഓരോയിട്ട് കമ്പനി പറയാം. ഇൻട്രോവേർട്സ് മസ്റ്റ് ട്രൈ ദിസ്. അപ്പോൾ ഓക്കെ, ബൈ. ഈ മരത്തിൻ്റെ മേലെയാണ് ഈ കഫേയൊക്കെ ഉണ്ടാക്കിയത്. ഇത് ഇത്ര 40 years ഓൾഡ് മരമാണിത്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഫൈനലി നമ്മൾ സൺറൈസ് കാണാൻ പോവാണ്. മീറ്റ് അവർ ന്യൂ റൂംമേറ്റ്, അല്ല ഡോംമേറ്റ്. What's your name? Famil. He's from Andhra Pradesh. He also have a friend with him. He's doing something. So you are vlogging. Say hi. Yeah. Hi. Everybody hi. Hey. Say your name. Niranjan. Niranjan. I'm also from Hyderabad. Hyderabad. Yeah.
So we are gonna see sunrise. Have you seen sunrise before? Yeah, like in our hometown, it's common, right? It's east side. I never saw. In Kerala, it's only sunny side. Oh, we can see sunrise, but No. never how? wake up. Okay. So this is like my first sunrise in my life. Let's hope it have a Let's best hope we sunrise. can see it today. Mind you. Yes. അപ്പോൾ നമുക്ക് പോവാം ഗൈസ്. ബാ. So how you guys? നമ്മളങ്ങനെ സൺറൈസ് കണ്ടു ഗൈസ്. സോ പ്രിട്ടി. എൻ്റെ എപ്പോഴത്തെ എക്സ്പ്രഷൻ ആയിരുന്നു. നമ്മളങ്ങനെ ഭയങ്കര തിരക്ക് പിടിച്ചൊക്കെ വന്നു. പക്ഷെ വേർത്ത എന്താണ് വ്യൂ അല്ല. രാവിലെ കഷ്ടപ്പെട്ട് എണീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എണീച്ച് വന്നതിന് വേർത്തായിട്ട് അടിപൊളി വ്യൂ. അടിപൊളി, നല്ല രസമുണ്ട്. എല്ലാവരും ഇടയ്ക്കൊക്കെ ഒന്ന് എണീച്ച് സൺറൈസ് ഒക്കെ കാണുക. എന്നെപ്പോലെ ഇതുവരെ സൺറൈസ് കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി കണ്ടോ. ഇപ്പല്ല, നെക്സ്റ്റ് ഡേ തന്നെ പോയി കാണും. ആർക്കെങ്കിലും പറ്റുമെങ്കിൽ പോണ്ടിച്ചേരിയൊക്കെ വന്ന് ഇങ്ങനെ ബീച്ചിലൊക്കെ സൺറൈസ് കാണാം. നല്ല ഭംഗിയുണ്ട്. ഇറങ്ങണം. ഞാനില്ല. ഇപ്പോൾ നമ്മൾ ഒരു ഇനെന്താ പറയുക, ദിസ് തിങ് ഇതിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് നടക്കാൻ കുറച്ച് പേടിയൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ അമ്മ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇനി എന്നെ ഒരിക്കലും ട്രിപ്പിന് വിടൂല. അതിനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. അമ്മ സേഫാണ്, സേഫാണ്. ജീവനോടുണ്ട്. സൺ അമ്മേ ദേവു സ്വപ്നക്കൂടിലെ ഭാവനയുടെ മരി ചാടി മരിക്കാൻ പോവാണ്. അത് തിരിച്ചാണ്. അന്നപ്പോ തട്ടിയിടും. എങ്ങോട്ടാ ഭാവന? ഇതുണ്ടായി. ഇവനാണ് ഇന്ന് ഭാവന. ബ്രേക്കിംഗ് ദ സ്പീഡ്. Locking the memories with some പാട്ട്. നമ്മളിപ്പോൾ സൺറൈസ് കാണാൻ വന്ന ബീച്ച് സെറനിറ്റി ബീച്ച്. ഇന്നലെ രാത്രി ഞങ്ങൾക്കിങ്ങനെ വഴിയൊക്കെ കാണിച്ചു തന്നു. ഇന്നലെ രാത്രി നമ്മൾ ഏത് ബീച്ചിലാണ് പോയത്? ഏതോ ഒരു പേരില്ലാത്തൊരു കുഞ്ഞു ബീച്ച്, ഒറോവിലിൻ്റെ അടുത്തുള്ളൊരു ബീച്ചിൽ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര എന്താ അറിയില്ല, ഇവിടെ വന്നിട്ട് കണ്ട വ്യൂസൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. കടലിൻ്റെ മേലെ എന്നിട്ട് ആ മൂൺ ലൈറ്റ് ഇങ്ങനെ വെള്ളത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നു. മേ ബി ഇതൊക്കെ എല്ലാവരും കുറേ കണ്ട കാഴ്ചയായിരിക്കും. ബട്ട് ഞങ്ങൾക്ക് ഇത് ഭയങ്കര പ്രഷ്യസ് ആണ്. ബിക്കോസ് ഞങ്ങൾക്ക് ഇതിൻ്റെ മുന്നേ ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ കുറച്ചധികം നേരം അവിടെ പാട്ടൊക്കെ വെച്ച് കല്ലിരുന്ന് ഇങ്ങനെ വ്യൂ എല്ലാം കണ്ട് എൻജോയ് ചെയ്തു. നമ്മൾ കൂടെ വന്ന് 2 പേര് മുന്നിൽ പോയി. ഒരുത്തം വരുന്നുണ്ട്. നമുക്ക് എന്താണ് അതിന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഹി സെഡ് ഹി നോ സം ഗുഡ് ഇഡ്ലി സ്പോട്ട്. സോ ലെറ്റ്സ് ഗോ ദെയർ ആൻഡ് ഹാവ് അവർ ബ്രേക്ക്ഫാസ്റ്റ്. എന്താ പറയാ,
ചന്ദൻ്റെ മെമ്മറീസ് ആൻഡ് കളക്ഷൻ സാധനങ്ങളെല്ലാം കാണിച്ചു തരാം നമുക്ക് ആസ് വി ആർ ലിവിങ് നൗ. Everything has a story. When I'm storing oregano packet, that was my first date with it. This is Poti Anna. That's Kevin. Kashmir, There are a lot. Missouri. One of most of the stick measurements are like sticks on the cupboard. Okay. Can you say hi? Hi. This is Kevin, the owner of this hostel. If you're planning to come to Pondicherry, do visit Mama. Give us a call anytime. We'll come back for sure. We miss you guys. Bye, Poti Sana. പോണ്ടിച്ചേരി പോകുന്നതിൻ്റെ മുന്നേ ഇവിടെ നിന്ന് ലാസ്റ്റ് നൈറ്റ് ചന്തം കാണിച്ചു. Biryani for you. ഞങ്ങൾ പോണ്ടിച്ചേരിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒക്കെ വാങ്ങി കുറേ കഷ്ടപ്പെട്ടു. എവിടെയും കിട്ടാനില്ല ഈ സാധനം. മീവി നമ്മൾ പോയ സ്ഥലത്തില്ലാത്തതുകൊണ്ട് കുറേ ഷോപ്പിൽ പോയി ലാസ്റ്റ് മെമ്മറിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരെണ്ണം വാങ്ങി. പിന്നെ ചന്ദൻ ഞങ്ങൾക്കൊരു കുഞ്ഞ് സാധനം തന്നു ഓർമ്മയ്ക്ക്. ദാറ്റ് വാസ് വെരി അൺഎക്സ്പെക്റ്റഡ്. ഇന്ന് നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്തൊന്നുമില്ല. രാവിലെ സൺറൈസ് കാണാൻ പോയി. പിന്നെ എനിക്ക് വർക്ക് ഉണ്ടായി കുറേ വർക്ക് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം എല്ലാവരും കൂടെ കാർഡ് ഗെയിംസ് ബോർഡ് ഗെയിംസ് എല്ലാം കളിച്ചിരുന്ന് നല്ല ഫൺ. പിന്നെ ഒരു 6 o'clock ആയപ്പം നമ്മൾ പുറത്തിറങ്ങി ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങി. ഇപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ച് 9:30 ബസ്സുണ്ട്. അപ്പം ഞങ്ങൾ പോവാണ്. ഇന്ന് ഞങ്ങൾ പോകുന്നുണ്ട്. ഇവിടെ നല്ല ഫുൾ മൂണുണ്ട്. നല്ല വലിയ ഫുൾ മൂണ്. നല്ല സ്ഥലത്താണ്. നമുക്ക് വേഗം ഫുഡ് വാങ്ങിയിട്ട് റൂമിൽ പോയി കഴിച്ചിട്ട് പോവാം. Say something. What do you say? Don't go. Stay, extend for 1 more day. 1 week we wish. First 1 day. Apparama kalige next day I'll say again. Extend. You will come to Kerala, right? I will like it very soon. Very soon. Why? I can't stay at home for 30 days. I can't stay at home for 30 days. See you soon. கிடைக்குது இல்லைன்னா நம்ம சொல்ல மாட்டோம். He wrote this for us. அதனால எனக்கு தெரியாது. Thank you so much. We're gonna miss you. Guys, it's time for us to leave. Bye. Bye bye. Bye. ഗൈസ് നമ്മൾ ട്രിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ കോയമ്പത്തൂർ തിരിച്ചെത്തി. ഒരു ദിവസത്തേക്കെന്നും പറഞ്ഞിട്ട് പോയ ട്രിപ്പായിരുന്നു. പിന്നെ അവിടെ നിന്ന് പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്ത് വരാനേ തോന്നിയില്ല. സത്യം പറഞ്ഞാൽ എന്തോ ഒരു അറിയാത്ത സ്ഥലത്ത് പോയ ഒരു ഫീലേ ഇല്ല. അവിടെ നമുക്കൊരു ഉണ്ടാക്കി വരുന്ന സമയത്ത് ഒരു ഹോം സിക്നെസ് ഒക്കെ ഫീൽ ചെയ്യുക. ഇത്രയും ഒരു സ്ഥലത്ത് പോയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടില്ല. ദിസ് ഈസ് ലൈക്ക് ദ ബെസ്റ്റ് ട്രിപ്പ് ഐ എവർ ഹാഡ്. ഇനി നമ്മളവിടെ പോയിട്ട് ബീഹാറിൽ നിന്ന് ഫ്രണ്ട്സിനെ ഉണ്ടാക്കി, ആന്ധ്രാപ്രദേശിൽ നിന്ന് ഫ്രണ്ട്സിനെ ഉണ്ടാക്കി, ബാംഗ്ലൂരിൽ നിന്ന് ഉണ്ടാക്കി, തമിഴ്നാട്ടിൽ നിന്ന് ഉണ്ടാക്കി. പിന്നെ ഓണർ ഫ്രാൻസിൽ നിന്നായിരുന്നു, ആളുമായിട്ടുണ്ടാക്കി. അടിപൊളിയായിരുന്നു. ഈ ഒരു ട്രിപ്പ് കൊണ്ട് നമ്മൾ ട്രിപ്പ് പോകണം എന്നുള്ള എങ്ങനെ പോകണം എന്നുള്ള മൈൻഡ് സെറ്റേ മാറി കിട്ടി. ഇങ്ങോട്ട് വലായിട്ടിരിക്കും. മിസ് യു ചന്ദൻ. യാ മിസ് യു എല്ലാവരും. അൺടിൽ നെക്സ്റ്റ് ടൈം. ഇനിയും പോകണം. ഇനിയും പോവും നമ്മൾ. ഇനിയും ട്രിപ്പ് പോവും. ഇനിയും ഇതുപോലെ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യും. ഇനിയും പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വ്ളോഗ്. എന്താണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ, സീ യു.